ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. മഹാരാഷ്ട്രയിലെ BJPയുടെ വലിയൊരു വിജയം മാർക്കറ്റ് ഇന്ന് ആഘോഷിച്ചു. നിഫ്റ്റി 24,000 അതിൻ്റെ ദുർഘടമായിട്ടുള്ള റെസിസ്റ്റൻസ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത് ഈവൻ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് തന്നെ ഏകദേശം ഒരു 300 പോയിന്റ് അപ്സൈഡ് ആയിരുന്നു. HDFC ബാങ്കിൻ്റെയും PSU കമ്പനീസിൻ്റെയും റെയിൽവേ കമ്പനീസിൻ്റെയും എല്ലാം തന്നെ റിലയൻസിൻ്റെ എല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു പിന്തുണ കാരണം നിഫ്റ്റി സെൻസെക്സ് 80,000 തിരികെ എത്തി. ബാങ്ക് നിഫ്റ്റി ഫിൻനിഫ്റ്റിയും ശക്തമായിട്ടുള്ളൊരു റാലി. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഇന്ന് ചെറിയ രീതിയിൽ പരിക്കുകളെല്ലാം തന്നെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വീണ്ടും നിഫ്റ്റി പ്രതീക്ഷകൾ നമുക്ക് നൽകി തിരികെ വന്നിരിക്കുകയാണ്. ഈ ഒരു വീക്ക് മന്ത്ലി എക്സ്പയറി ആയത് കാരണം നിഫ്റ്റിയുടെ വീക്കിലി കോൺട്രാക്റ്റുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ആയത് നമുക്ക് അത് അഫക്റ്റ് ആയിട്ടില്ല. അതായത് ഇന്ന് ബാങ്ക് എക്സിൻ്റെയും മിഡ് ക്യാപ്പിൻ്റെയും നാളെ ഫിൻനിഫ്റ്റിയുടെയും മറ്റന്നാൾ ബാങ്ക് നിഫ്റ്റിയുടെയും എല്ലാം തന്നെ എക്സ്പയറീസ് ഉണ്ട്. പക്ഷേ ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന വീക്കിലി എക്സ്പയറീസ് ഒന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു പുതിയ രീതിയിലുള്ളൊരു ട്രേഡിംഗ് സെറ്റപ്പ് എല്ലാം തന്നെ ഈ ഡെയിലി എക്സ്പയറി ട്രേഡ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ ഇനി അത് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റ് മാത്രമല്ല, ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എല്ലാം തന്നെ പോസിറ്റീവിൽ തന്നെയാണ് ഇപ്പോൾ ട്രേഡിംഗ് എല്ലാം തന്നെ തുടരുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് HDFC, റിലയൻസ്, ICICI എല്ലാം തന്നെ SBI എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. പക്ഷേ ഇന്ന് ഒരു കാര്യമുള്ളത്, IT ഇൻഡെക്സ്, IT സ്റ്റോക്കുകൾ ഈ ഒരു റാലിയിൽ പങ്കെടുത്തില്ല. പങ്കെടുക്കുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുത്തിരുന്നെങ്കിൽ നല്ലൊരു റാലി നമുക്ക് കിട്ടിയേനെ. ഇൻഫോസിസോ TCSോ ഒന്നും തന്നെ വലിയൊരു രീതിയിൽ മാർക്കറ്റിന് ഇന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും നൽകിയിട്ടില്ല. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത് GSW സ്റ്റീൽ, ടെക്കം, ഇൻഫോസിസ്, ബജാജ് ഓട്ടോ, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ കമ്പനീസാണ്. അപ്പോൾ ഇതിൽ ഇടിവ് രേഖപ്പെടുത്താനുള്ള പ്രധാന കാരണം, അല്ലെങ്കിൽ ഈ GSW സ്റ്റീലിൽ തന്നെ ഇടിവ് രേഖപ്പെടുത്താനുള്ള കാരണം, സൊമാറ്റോ വന്നിട്ടുണ്ട് ഈ ഒരു സെൻസെക്സിലേക്ക്. GSW എനർജി തിരികെ പോയിട്ടുണ്ട്. എല്ലാ സെക്ടറും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ മിക്സ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. അദാനി പോർട്ടെല്ലാം തന്നെ 3% റാലി രേഖപ്പെടുത്തി. അദാനി ഗ്രീൻ മാത്രമാണ് 3% ഒരു ഫോൾ ഉണ്ടായിട്ടുള്ളത്. ഈ CNG പ്രൈസ് എല്ലാം തന്നെ ഉയർത്തിയത് കൊണ്ട് ഈ ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് പോലെയുള്ള ഗ്യാസ് കമ്പനീസും പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നല്ലൊരു ഗ്യാപ്പ് അപ്പ് 23,340 ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 222 പോയിന്റിൻ്റെ ഒരു ഫോള്. വീണ്ടും മാർക്കറ്റ് തിരികെ കയറി 24,250 ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് നടത്തിയിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 98,000, ബ്രന്റ് ഓയിൽ $74. പിന്നീട് കാണുന്നത് ഗോൾഡാണ്. ഗോൾഡിൽ $40 ശക്തമായിട്ടുള്ളൊരു ഫോള് കണ്ടു. $2,672 പെർ ഔൺസിന് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 5% ഫോൾ ഉണ്ടാക്കി 15.2. ഡോ ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന പോസിറ്റീവാണ്. ജപ്പാൻ, ഓസ്ട്രേലിയ, കൊറിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. FTSE, CSE 40, ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായ രീതിയിലൊക്കെ ട്രേഡിങ് തുടരുന്നുണ്ട്. അപ്പോൾ ഇന്ന് FIIസിൻ്റെ എല്ലാ ആളുകളും പറയാറുണ്ട് FIIസിൻ്റെ ആക്ടിവിറ്റി എന്താണ് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ ഉൾപ്പെടുത്താത്തതെന്ന്. FIIസിൻ്റെ ആക്ടിവിറ്റി കിട്ടുന്നതിന് മുമ്പേ നമ്മൾ ന്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് FIIസിൻ്റെ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താൻ പറ്റാത്തത്. പക്ഷേ നിഫ്റ്റിയുടെ ഒക്കെ ആ ഒരു ക്യാൻഡിൽ, ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട ഒരു വലിയ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് തന്നെ FIIസിൻ്റെ സെല്ലിങ് പോലെ തോന്നുന്നുണ്ട്. ഡേറ്റ എന്തായാലും നമ്മുടെ 7 മണിക്കുള്ളിൽ ഡേറ്റ വരും. അപ്പോൾ അറിയാവുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ FIIസിൻ്റെ ആക്ടിവിറ്റീസാണ് ഇന്ന് വളരെ എല്ലാ ആളുകളും കീനായിട്ട് വാച്ച് ചെയ്യുന്നത്. അവരെങ്ങും ബൈയിങ് മോഡിലേക്ക് തിരികെ പോകുകയാണെങ്കിൽ അത് ശക്തമായ രീതിയിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റോക്കുകളിലെ കുറച്ച് വാർത്തകളിലേക്കൊക്കെ പോകാം. ഗ്ലോബൽ ഈവൻറ്റും IPO ഡീറ്റെയിൽസും ഡിവിഡൻഡ് ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബെഡ് ചെയ്യുന്ന ടാബിലുണ്ട്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഏതൊക്കെ കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഏതൊക്കെ ദിവസമാണ്, ഏതൊക്കെ റുപ്പീസാണ്, IPO എന്ന് ഓപ്പൺ ചെയ്യുന്നതെല്ലാം തന്നെ ട്രേഡ് ബെഡ് ടാബിൽ ചെക്ക് ചെയ്യാം. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബെഡ് ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. കൂടാതെ നമുക്കൊരു ടെലഗ്രാം ചാനലും ഉണ്ട് ന്യൂസൊക്കെ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഈ വരുന്ന വെള്ളി, ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ വെച്ച് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും ബേസിക്കിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. കൊച്ചിയിൽ വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ഉള്ളത് MTNL ആണ്. MTNL-ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്, BSNL-ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് ടൈപ്പ് ചെയ്തു. MTNL-ൽ നിന്ന് 9% റാലി നമ്മൾ കണ്ടു. HDFC ലൈഫ് ഒരു ഡാറ്റ ബ്രീച്ചിങ് HDFC ലൈഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കമ്പനി സ്റ്റോക്ക് ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തന്നെ ഓൺഗോയിങ് ആണ്. ടാറ്റ മോട്ടോഴ്സ് ഇവരുടെ സിയാറ 2025 EV വാഹനം ഇറങ്ങുകയാണെന്നുള്ള ന്യൂസ്.
HDFC ബാങ്കും ശക്തമായ രീതിയിൽ ഒരു റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി റീസ്ട്രക്ചർ ചെയ്തതിനെ തുടർന്ന് $1.8 ബില്യൺ വർത്ത് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് HDFC ബാങ്കിലേക്ക് കിട്ടുമെന്നൊക്കെയാണ് ന്യൂമാറോ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി പറയുന്നത്. M&M ഇവരുടെ ട്രാക്ടറിൻ്റെ സെയിൽസ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ വലിയ തോതിൽ ഉയരുമെന്ന് HSBC എന്ന് പറഞ്ഞ ബ്രോക്കറിംഗ് സ്ഥാപനം പറഞ്ഞു. കൂടാതെ തന്നെ M&Mൻ്റെ SUV EV സെഗ്മെൻറ്റിൽ EV ആയിട്ട് ഇവരുടെ നിലവിലുള്ള SUV EV ആയിട്ട് ഇറങ്ങുന്നുണ്ടെന്നുള്ള ന്യൂസും ഉണ്ട്. റെയിൽവേ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് റൈറ്റ്സ് തുടങ്ങിയ RVNL തുടങ്ങിയ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് റാലി രേഖപ്പെടുത്തി. ഇതിനൊക്കെ ഓർഡർ കിട്ടിയ ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. മുത്തൂറ്റ് SBI, മുത്തൂറ്റ് കോ ലെൻഡിങ് ഈ ഒരു റൂറൽ ഏരിയയിലെല്ലാം തന്നെ ഈ ഒരു വായ്പ സഹായം എല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരണയായി. പേടിഎമ്മിൻ്റെ ഓട്ടോമാറ്റിക്കലി ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് ഇവരുടെ ഒരു നിലവിൽ നമുക്കറിയാം, ഇപ്പം ഗൂഗിൾ പേയിലും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉപയോഗിക്കാട്ടോ, അറിയില്ലാത്ത ആളുകൾ. അതായത് നമുക്ക് ഒരു ചെറിയ ചെറിയ പെന്നി പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പിന്ന് വേണ്ട. അപ്പോൾ ലൈറ്റ്, ഗൂഗിൾ ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഗൂഗിൾ പേയിൽ ലൈറ്റ് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഫണ്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2000 രൂപ വരെയാണ് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിന്നില്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പേടിഎം സമാനമായ രീതിയിൽ 500 ഓട്ടോമാറ്റിക്കലി കട്ടാവുന്ന രീതിയിൽ ഈ ഒരു പുതിയ പ്ലാൻ റീസ്ട്രക്ചർ ചെയ്തു. NTPC സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ബ്രോക്കറിംഗ് സ്ഥാപനമായിട്ടുള്ള ബെർസ്റ്റിൻ NTPCനെ അപ്ഗ്രേഡ് ചെയ്തു. മാരുതി 3 മില്യൺ ആക്കിയാണ് ഇവരുടെ എക്സ്പോർട്ടെല്ലാം തന്നെ വിദേശത്തേക്ക് കമ്പനി കൈവരിച്ചിട്ടുള്ള നേട്ടം. ഷിപ്പിംഗ് കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഏറെ നാളുകൾക്ക് ശേഷം ഇന്നൊരു 5% UC. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സും ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സും എല്ലാം തന്നെ ഒരു ബൈങ് കണ്ടു. ക്യാംസ് ഇവരുടെ ടാർഗറ്റ് എല്ലാം തന്നെ റവന്യൂ ടാർഗറ്റ് എല്ലാം തന്നെ അപ്ഗ്രേഡ് ചെയ്തു. അദാനി ഗ്രീൻ ഇന്ന് ഫോൾ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവരുടെ ടോട്ടൽ എനർജി ആയിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്നു, അത് സസ്പെൻഡ് ചെയ്തു. സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. ഇവർ RBI ഇവർക്ക് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാനായിട്ടുള്ളൊരു അംഗീകാരം കൊടുത്തു. സെൻട്രൽ ബാങ്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. പ്രീമിയർ എനർജി കമ്പനീസിന് 10,000 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അശോക് ബിൽഡ്കോൺ കമ്പനിക്കും 1300 കോടി രൂപയുടെ ഓർഡർ കിട്ടി. KC ഇൻ്റർനാഷണൽ കമ്പനിക്ക് 1100 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ 7:30 മുമ്പായിട്ട് പ്രീ മാർക്കറ്റ് ന്യൂസും ഉണ്ട്. അപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിങ്ങളുടെ, അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ മാർക്കറ്റിലേക്ക് വന്ന് നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും എല്ലാം തന്നെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കും തന്നെ എല്ലാ ആൾക്കാരുടെയും സമയം നമ്മൾ വളരെയധികം വാല്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കഥകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് നമ്മൾ പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.